ഒരു ഇടത്തരം ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് 5 പൈസയ്ക്ക് പണിയെടുക്കാതെ കുനിഞ്ഞൊന്ന് അണ്ടർവെയർ ഇട്ട് പോലും ഒന്ന് വിയർക്കാതെ യാതൊരു ഗുണവും ചെയ്യാതെ ഇത്രയും കാലം ജീവിച്ചിട്ട് ആ മനുഷ്യന് ലഭിച്ചത് എന്താണ്? ഇപ്പൊ പ്രശസ്തിയുണ്ടല്ലോ. അഡ്വക്കേറ്റ് ജയശങ്കറിനോട് ശക്തമായിട്ടുള്ള വിയോജിപ്പ് പോങ്ങനുണ്ട്. വിയോജിപ്പ് മാത്രമല്ല, അതിശക്തമായിട്ടുള്ള ബഹുമാനവും ആദരവും ഒക്കെ പോങ്ങൻ അദ്ദേഹത്തോടായി മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ പോങ്ങന്റെ ബഹുമാനത്തിനും ആദരവിനുമൊക്കെ ഇരപ്പെടാൻ കാരണം അദ്ദേഹം ഒരു പൂമരനല്ല എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ ഒരു മനുഷ്യ എൻസൈക്ലോപീഡിയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എന്നുള്ളതാണ്. കൈവശം മൊബൈൽ ഫോൺ ഇല്ല എങ്കിൽ പോലും അദ്ദേഹം ഒരു ചർച്ച അതിഗംഭീരമായി നയിച്ച് വലിയ പരിക്കുകളൊന്നും കൂടാതെ രസകരമായി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് അറിവുകൾ പങ്കുവെച്ച് അഭിപ്രായങ്ങൾ കൃത്യമായി പങ്കിട്ട് അദ്ദേഹം പുറത്തു വരും. അത്രമാത്രം അറിവുകൾ അടങ്ങിയ വലിയ ഒരു ഓർമ്മയുടെ ശേഖരമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്നത്. അത് കൃത്യസമയത്ത് പ്രയോഗിക്കാനുള്ള ഗുരുത്വവും അദ്ദേഹത്തിനുണ്ട്. ഇതേ ഗുണങ്ങൾ ഒത്തിണങ്ങിയിട്ടുള്ള മറ്റൊരു മനുഷ്യനെ എനിക്കറിയാമെങ്കിൽ അത് ശ്രീ TG മോഹൻദാസ് സാറാണ്. അദ്ദേഹവും ഒരുപാട് അറിവുകൾ നിറഞ്ഞ ഓർമ്മയുടെ ഉടമയാണ്. കൃത്യമായ അനുപാതത്തിൽ, കൃത്യമായ അളവിൽ, കൃത്യമായ സ്ഥലത്ത് നല്ല പ്രയോഗങ്ങൾ നടത്താൻ പാകത്തിന് ഗുരുത്വം അദ്ദേഹത്തിനുമുണ്ട്. എന്തായാലും TG മോഹൻദാസ് സാറിനെ കുറിച്ചല്ല, അഡ്വക്കേറ്റ് ജയശങ്കറിനോടുള്ള എൻ്റെ വിയോജിപ്പിന് കാരണമായിട്ടുള്ള സംഗതി എന്താണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് വരാം. ഇന്നലെ ഏഷ്യാനെറ്റിൽ വിനു അവതരിപ്പിച്ച ഒരു ചർച്ച, അതിൽ പങ്കെടുത്തുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ സംസാരിച്ചു. നമ്മുടെ സദാനന്ദൻ മാസ്റ്റർക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരത്തെ പ്രതിയുള്ള ചർച്ചയായിരുന്നു അവിടെ നടന്നിട്ടുള്ളത്. അതിൽ വിനുവിന് വല്ലാത്തൊരു മനപ്രയാസമുള്ളതുപോലെ പോകുമെന്ന് തോന്നി. അദ്ദേഹത്തിന്റെ മുഖത്തൊട്ടും തന്നെ തെളിച്ചമുണ്ടായിരുന്നില്ല, ഒരു വല്ലായ്മ. അതായത് സദാനന്ദൻ മാസ്റ്റർ വേണ്ടത്ര പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയല്ല. ഇതുപോലുള്ള ഒരു അംഗീകാരം നേടിയെടുക്കാൻ കഴിയുന്നത്ര പ്രാഗൽഭ്യമൊന്നും സദാനന്ദൻ മാസ്റ്റർക്ക് ഇല്ല എന്നുള്ളതാണ് വിനുവിന്റെ വേവലാതിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് എനിക്ക് തോന്നി. അതായത് വിനുവിന്റെ അഭിപ്രായത്തിൽ സാഹിത്യം, ശാസ്ത്രം, കല, സാമൂഹ്യ സേവനം ഇതുപോലുള്ള രംഗങ്ങളിലൊന്നും വേണ്ടത്ര കീർത്തി നേടിയിട്ടുള്ള ഒരാളല്ല സദാനന്ദൻ മാസ്റ്റർ എന്നുള്ളതാണ് വിനുവിന്റെ ഒരു അഭിപ്രായം. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ വിനുവിന്റെ അതേ അഭിപ്രായമുള്ള ഒരു ആള് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. അദ്ദേഹവും പറയുന്നുണ്ട്, ഭരണഘടന അനുസരിച്ച് ചെയ്യേണ്ടിയിരുന്നത് പ്രഗത്ഭരായ ആളുകളാണ് ഇപ്പോൾ ഇളയരാജയെ നോമിനേറ്റ് ചെയ്തു. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ പ്രശസ്തനല്ല എന്നുള്ളത് കൊണ്ട് പ്രഗത്ഭനല്ലാതെ വരുമോ? പ്രാഗൽഭ്യവും പ്രശസ്തിയും തമ്മിൽ എന്തെങ്കിലും തരത്തിലൊരു ബന്ധമുണ്ട്. അതല്ലെങ്കിൽ ഒരാളുടെ പ്രശസ്തിയിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യത്തിന്റെ മൂല്യം നിർണ്ണയിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ അതിശക്തമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി, ദുഃഖമുണ്ടാക്കി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംസാരം നടത്തുന്നത്. വാസ്തവത്തിൽ അദ്ദേഹം പ്രഗത്ഭനല്ല എന്ന് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? കാര്യം ശരിയാണ്, അഡ്വക്കേറ്റ് ജയശങ്കർ ആകുമ്പോൾ അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള അറിവുകളുണ്ട്, ഓർമ്മകളുണ്ട്, സംഭവങ്ങളെക്കുറിച്ച് അറിയാം, വസ്തുതകളായി വിശകലനം ചെയ്യാം, വ്യാഖ്യാനിക്കാം, ഒക്കെ ശരി തന്നെ. പക്ഷെ ഒരു മനുഷ്യൻ പ്രഗത്ഭനല്ല എന്ന് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, BJPയോട് അനുഭവമുള്ള എത്രയോ ആളുകളുണ്ട്, അവരാരെങ്കിലും നോമിനേറ്റ് ചെയ്യാമല്ലോ. അത് ശരിയാണോ വാസുൽ? അതാണോ അതിന്റെ ശരിയായ രീതി? ഒരു പ്രസ്ഥാനത്തോട് അനുഭാവമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പിടിച്ച് ഇതുപോലുള്ള ഒരു സ്ഥാനം കൊടുത്ത് അലങ്കരിക്കാൻ പാടുണ്ടോ? പ്രശസ്തി, അനുഭാവം, ഇതെങ്ങനെയാണ് പ്രാഗൽഭ്യമാവുക? BJPയോട് ഒരു വ്യക്തിക്ക് അനുഭാവമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് യോഗ്യത ഉണ്ടാവുമോ? അല്ലെങ്കിൽ അതിപ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് BJPയോട് അനുഭാവം സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന് എന്ത് തരത്തിലുള്ള ഒരു പ്രാഗൽഭ്യമാണ് ഉണ്ടാവുക? പ്രശസ്തിയും പ്രാഗൽഭ്യവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് തന്നെയാണ് പോങ്ങിന്റെ ഉറച്ച വിശ്വാസം. പിന്നെ മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്. ഞാൻ ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ യോഗ്യതയായി കാണുന്നത് എന്താണെന്നറിയാവോ? അതായത് ഇദ്ദേഹം ഹൈസ്കൂൾ കാലത്തും അതുപോലെ പ്രീ ഡിഗ്രിയുടെ ആരംഭകാലത്തുമൊക്കെ ഇദ്ദേഹം ഒരു SFI-കാരനായിരുന്നല്ലോ സദാനന്ദൻ മാസ്റ്റർ. SFI-കാരനായിരുന്ന സദാനന്ദൻ മാസ്റ്റർ എങ്ങനെയാണ് ആ പ്രായത്തിൽ, അതായത് 15-16 വയസ്സിൽ അദ്ദേഹം എങ്ങനെയാണ് ഇതുപോലൊരു പ്രസ്ഥാനത്തിലേക്ക്, SFIയുടെ നേർ വിപരീതം നിൽക്കുന്ന ആശയമുള്ള ഒരു സംഘത്തോടൊപ്പം എങ്ങനെയാണ് സദാനന്ദൻ മാസ്റ്റർ മാറുന്നത്? ഞാൻ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ചാനലിന് കൊടുത്തിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു രാഷ്ട്രീയ വ്യതിയാനത്തെക്കുറിച്ച്. ഞാനത് വളരെ ശ്രദ്ധയോടെ കേട്ടു. അതായത് SFI കാലത്ത് ABVPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ കേന്ദ്രമന്ത്രിയായിരുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീ V മുരളീധരന്റെ ഒരു പ്രസംഗം അദ്ദേഹം കേൾക്കാനിടയായി. V മുരളീധരന്റെ ആ പ്രസംഗത്തിൽ അദ്ദേഹം ഏതാനും വാക്കുകൾ ആദ്യമായിട്ടെന്ന പോലെ കേട്ടു എന്നാണ് പറയുന്നത്. ആ വാക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്, 1 ദേശീയത, 2 രാഷ്ട്രം, പിന്നെ രാഷ്ട്രഭക്തി, ദേശഭക്തി, നിസ്വാർത്ഥത, സേവനം, സമർപ്പണം. ഇത്തരം വാക്കുകളൊന്നും SFI കാലത്ത് കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് V മുരളീധരൻ്റെ വായിലൂടെ
ഇത്തരം ചില പദങ്ങൾ കേട്ടപ്പോൾ ആ ആശയത്തോടൊരു ആകർഷണം തോന്നി എന്നാണ് പറഞ്ഞത്. 15-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 16-ാമത്തെ വയസ്സിൽ നിസ്വാർത്ഥത, സമർപ്പണം, സേവനം, രാഷ്ട്രം, രാഷ്ട്രഭക്തി, ദേശഭക്തിയൊക്കെ വിട്ടേക്കൂ. ആ നിസ്വാർത്ഥതയ്ക്കും സേവനത്തിനും സമർപ്പണത്തിനും അതിനൊരു വലിയ മൂല്യമില്ലേ? ആ പ്രായത്തിൽ അദ്ദേഹം അത് തിരിച്ചറിഞ്ഞില്ലേ? 15-16 വയസ്സുള്ള സദാനന്ദൻ മാസ്റ്റർക്ക് SFI പോലൊരു പ്രസ്ഥാനത്തിൽ, SFI എന്ന് പറഞ്ഞാൽ എന്താ, മജ്ജയും മാംസത്തിനും ഹരവും രസവും പകരുന്ന, ഒരു മനുഷ്യൻ്റെ എല്ലാ കുടിലതകൾക്കും, ഒരു മനുഷ്യൻ്റെ എല്ലാ കുസൃതികൾക്കും, ഒരു മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള ലഹരികൾക്കും പ്രചോദനവും പ്രകോപനവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാന പോലെ, അതും ആ പ്രായത്തിൽ, ആ ചെറുപ്രായത്തിൽ, കൗമാരത്തിൽ ഒരു SFIയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന് രാഷ്ട്രബോധമുണ്ടാവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സേവനമെന്ന് പറയുന്ന, സമർപ്പണമെന്ന് പറയുന്ന, അതുവരെ കേൾക്കാതിരുന്ന 2-3 പദങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ആ നിലയിലുള്ള ഒരു മനുഷ്യനായി, അതുപോലുള്ള ഒരു ആശയത്തിൻ്റെ പിന്തുടർച്ചക്കാരനായി മാറിയാൽ മതി എന്നൊരു 15-കാരൻ 16-കാരൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത്. ആ നിലയിൽ സദാനന്ദൻ മാസ്റ്ററോളം യോഗ്യരായിട്ടുള്ള ഒരുവനുമില്ല. BJP മാത്രമാണ് ഇനി മുന്നോട്ട് കേരളത്തിൽ വളർച്ചാ സാധ്യത നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമാന്മാർ അനുഭാവികളായി വരും. പക്ഷേ അവർക്ക് സദാനന്ദൻ മാസ്റ്റർ 15-ാമത്തെ വയസ്സിൽ കണ്ടെത്തിയ യാതൊരു ഗുണങ്ങളും കാണില്ല ഈ പറയുന്ന ബുദ്ധിമാന്മാർക്ക്. അതായത് നിസ്വാർത്ഥത. ഇപ്പൊ BJPയോടൊപ്പം ചേർന്നുകൊണ്ട് അനുഭാവം പുലർത്തിക്കൊണ്ട് നിൽക്കുന്ന മനുഷ്യരിൽ 99.99% പേരും ആ അനുഭാവം പുലർത്തുന്നത് BJP വളർച്ച വല്ലാതെ കണ്ട് നേടാൻ പോകുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന തിരിച്ചറിവിൻ്റെ പുറത്ത് അവിടേക്ക് ചെന്ന് കയറിയാൽ സ്വന്തം വളർച്ച തരപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്ന് പറയുന്ന അതിഭയങ്കരമായ സ്വാർത്ഥ ബുദ്ധി കൊണ്ട് ആ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. ഒരു പക്ഷേ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്ന പ്രകാരമാണെങ്കിൽ ഒരു 10-15 വർഷം കഴിയുമ്പം ഇതുപോലുള്ള സ്വാർത്ഥ ബുദ്ധരായിട്ടുള്ള ആളുകൾ BJPയുടെ വളർച്ചയിലൂടെ തനിക്ക് വളർച്ച, അല്ലെങ്കിൽ BJP കേരളത്തിൽ തരപ്പെടുത്താൻ പോകുന്ന വളർച്ചയിലൂടെ തങ്ങൾക്ക് വളർച്ച ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ആ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ, സദാനന്ദൻ മാസ്റ്ററൊക്കെ ഈ പ്രസ്ഥാനത്തോട് ചേരുമ്പോൾ കേരളത്തിൽ വളരെ ശക്തി കുറഞ്ഞൊരു പ്രസ്ഥാനമാണ്. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്കാണ് വന്നത്. പക്ഷേ ഇന്ന് ഈ അനുഭാവം പുലർത്തി വരുന്നവർ എന്ന് പറയുന്നത് നാളെ BJPക്കേ കേരളത്തിൽ സ്ഥാനമുള്ളൂ, വളർച്ചയുള്ളൂ, ഇപ്പോഴേ കൂടെ നിൽക്കുകയാണെങ്കിൽ ഗുണമുണ്ടാക്കാമെന്ന് പറയുന്ന മനുഷ്യർ, അങ്ങനെ സ്വാർത്ഥ ബുദ്ധിയോടുകൂടി വരുന്ന മനുഷ്യരെ 10-15 വർഷം കഴിയുമ്പോൾ ഇതേപോലെ ആദരിക്കണം എന്നാണോ പറയുന്നത്? പാടില്ല. അവിടെയാണ് ജയശങ്കർ വക്കീലിന് തെറ്റിപ്പോകുന്നത്. സ്വാർത്ഥരായിട്ടുള്ള ആളുകളെ അല്ല, നിസ്വാർത്ഥരായിട്ടുള്ള ആളുകളെ, ദേശഭക്തിയുള്ള ആളുകളെ, സമർപ്പണ ബുദ്ധിയുള്ള ആളുകളെ, സേവന തൽപരരായിട്ടുള്ള ആളുകളെ, അങ്ങനെയുള്ള ആളുകളെ വേണം ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടത്. അല്ലാതെ BJP നാളെ വളരുമെന്നും അതിനോടൊപ്പം എനിക്കും വളരാൻ പറ്റുമെന്നും നാളെ എനിക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുമെന്നും പറഞ്ഞ് അനുഭാവം പുലർത്തിക്കൊണ്ട് കൂടെ നിൽക്കുന്നവരെ തുരത്തണമെന്ന് പറയുന്ന പക്ഷക്കാരനാണ് ഞാൻ. അത് ഞാൻ എപ്പോഴും ഇവിടെ ഇരുന്ന് പറയുന്നത് പാവപ്പെട്ട സംഖ്യകളോടാണ് ഞാൻ ഇവിടെ ഇരുന്ന് നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ ആദരിക്കരുത്. ഒരു മനുഷ്യൻ്റെ വാചകമടി കേട്ട്, ഇപ്പോൾ പോങ്ങൻ ഇവിടെ കിടന്ന് നന്നായിട്ട് കുരയ്ക്കുന്ന ഒരാളാണ്, ഇഷ്ടം പോലെ സംസാരിക്കാൻ അറിയാം എന്ന് കരുതിക്കൊണ്ട് ഞാൻ യോഗ്യനാണെന്നാണോ പറയുന്നത്? എനിക്ക് ദേശഭക്തിയുണ്ട്, പക്ഷേ ഒരു പ്രസ്ഥാനത്തിന് കൊള്ളുന്നവനാണോ ഞാനെന്നാണോ പറയുന്നത്? അല്ല, കൊള്ളില്ല. അതിന് വേണ്ടുന്ന വേറെ ചില അച്ചടക്കങ്ങളുണ്ട്, അതിനൊക്കെ ഗുണമുള്ള ആളുകളുണ്ട്. ആത്മാർത്ഥത എനിക്ക് എൻ്റെ ആത്മാർത്ഥത എപ്പോഴും പ്രസ്ഥാനത്തിനോടുള്ളതിനേക്കാൾ കൂടുതൽ, വ്യക്തികളോടുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ ഇസങ്ങളോടാണുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇതിന് യോഗ്യനായിട്ടുള്ള ആളുകളല്ല. അതേപോലെ തന്നെ അയോഗ്യരായിട്ടുള്ള പലരെയും എനിക്കറിയാം. അവരെ ഒന്നും, ഞാനടക്കമുള്ള പലരെയും നിങ്ങൾ ഈ പ്രസ്ഥാനത്തോട് ചേർത്ത് വെക്കരുത്, അടുപ്പിക്കരുത്. അതാണ് ഞാൻ പറയുന്നത്. എന്നാൽ സദാനന്ദൻ മാസ്റ്ററെ പോലുള്ള മനുഷ്യർ, അതാണ് യോഗ്യരായിട്ടുള്ള ആളുകൾ. അത് കണ്ടെത്താൻ, അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടെത്താനും വളർത്താനും കഴിയുന്നു എന്ന് പറയുന്നതാണ് BJPയുടെ ഏറ്റവും വലിയ കരുത്ത്, ഏറ്റവും വലിയ ശക്തി. അവർ ആളുകളെ കൃത്യമായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, ഓരോരുത്തരെയും പഠിക്കുന്നുണ്ട്. അതായത് ഗുണമുള്ളവരെ മാത്രം തിരഞ്ഞെടുക്കുന്നു. യോഗ്യനായിട്ട് കേരളത്തിൽ മാത്രം ചെറിയ ചെറിയ ചില പിശകുകൾ സംഭവിക്കുന്നുണ്ട്. അത് BJPയുടെ കുഴപ്പമല്ല, RSSന്റെ കുഴപ്പമല്ല, അത് മലയാളികളുടെ കുഴപ്പമാണ്. നമ്മളിലൊക്കെയുള്ള മലയാളമ, ആ ഒരു കേരളീയത കൊണ്ട് സംഭവിക്കുന്ന കുഴപ്പമാണ്. നമ്മളിലെല്ലാവരിലും ഉണ്ട് ചെറിയ ഒരു ചുഴിക്കുത്ത്. അതിന് കുഴപ്പം പറയാൻ പറ്റില്ല, കാരണം നമ്മൾ അറബിക്കടലിൻ്റെ തലോടലും കാറ്റും കൊണ്ട് കഴിയുന്ന ഒരു മണ്ണാണ്. ഭാരതീയത നമ്മുടെ ഉള്ളിലേക്ക് അധികം കടന്നു വരില്ല, കാരണം സഖ്യപർവ്വതം ഒരു മറ തീർത്തുകൊണ്ട് നിൽക്കുകയാണ്. അറബിക്കടൽ തലോടുന്നു, സഖ്യപർവ്വതം ഭാരതീയതയെ തടഞ്ഞു നിർത്തുന്നു.
അതുകൊണ്ട് കേരളീയർക്ക് അല്പസ്വല്പം കുബുദ്ധിയും അങ്ങനെയുള്ള ചില, ഞാനത് പറയുന്നില്ല, പലതും ഉണ്ട്. അതുകൊണ്ട് അത് RSSനെയും ബാധിക്കും, BJPയെയും ബാധിക്കും, നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളെയും ബാധിക്കും, എല്ലാ സംവിധാനങ്ങളെയും ബാധിക്കും. കാരണം അത് മലയാളിത്തത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. സദാനന്ദൻ മാസ്റ്ററെ പോലുള്ള മനുഷ്യരെ തീർച്ചയായിട്ടും അംഗീകരിക്കണം, ആദരിക്കണം. മാസ്റ്റർ എന്ന് പറയാൻ പോലും മടിയാണ് നമ്മുടെ വിനു അടക്കമുള്ള മാപ്രകൾക്ക്. അദ്ദേഹം മാസ്റ്റർ ആവാനുള്ള എല്ലാ അടിസ്ഥാന യോഗ്യതയുമുള്ള ആളാണ്. അദ്ദേഹം മാസ്റ്റർ തന്നെയാണ്. അതായത് അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രം കഷ്ടിയുള്ള ഒരു കളിമാഷിനെ മാഷേ 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 എന്ന് വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതായത് യാതൊരു ചളിപ്പുമില്ലാതെ, മനസാക്ഷി കുത്തില്ലാതെ, ആലോചനയില്ലാതെ മണിപ്രവാളത്തിൽ വിഡ്ഢിത്തം പറയും എന്നുള്ളതല്ലാതെ ആ മാഷിന് യാതൊരു യോഗ്യതയുമില്ല. അങ്ങനെയുള്ള ആളുകളെ മാഷേ എന്ന് വിളിക്കാൻ നാവ് വളയ്ക്കാൻ മടിക്കാത്ത മാപ്രകളാണ് എല്ലാ ഗുണങ്ങളും തികഞ്ഞ സദാനന്ദൻ മാസ്റ്ററെ എന്നൊന്ന് വിളിക്കാൻ മടിക്കുന്നു എന്ന് മാത്രമല്ല, ആ മനുഷ്യന്റെ യോഗ്യതയെ സംശയിക്കുന്നു. അതുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കറിനോട് ദയവായി പൊങ്ങൻ പറയുന്നു, ഒരു മനുഷ്യന്റെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത് അയാളുടെ പ്രശസ്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമല്ല. നവമാധ്യമ കാലത്ത് യാതൊരു അടിസ്ഥാന യോഗ്യതയും വേണ്ട, തീർച്ചയായിട്ടും ഒരല്പം കുതന്ത്രവും കാശ് മുടക്കാനുള്ള, ചെറിയ തുക മുടക്കാനുള്ള ഒരു സാമ്പത്തിക സാഹചര്യവും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് ആർക്കും പ്രശസ്തരാവാം. അതില്ലാതെയും പ്രശസ്തി ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ കൃത്യമായ ഒരു കച്ചവടം നവമാധ്യമങ്ങളിലൂടെ സ്വയം ഒരു ഉൽപ്പന്നമായി മാറിക്കൊണ്ട് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഉറപ്പായും അതിനു വേണ്ടുന്ന സാങ്കേതിക സാഹചര്യം നമ്മുടെ ഈ നാട്ടിൽ ഇന്നുണ്ട്. കാരണം നവമാധ്യമ കാലം അതിനുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഒരാളുടെ പ്രശസ്തി അയാളുടെ ഗുണത്തെ നിർണ്ണയിക്കുന്ന ഘടകമല്ല ഇന്ന്. കുറെ കാലം മുൻപുണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ വക്കീൽ സാറിൻ്റെയൊക്കെ കൗമാരകാലത്തും യൗവനത്തിലുമൊക്കെ ഗുണമുള്ള ആളുകൾ മാത്രമായിരുന്നു സമൂഹത്തിൽ പ്രശസ്തരായി വരുന്നത്. അത് സമൂഹം വെളിവുള്ളതായിരുന്നു അന്ന്. ഇന്ന് സമൂഹത്തിന് വെളിവില്ല. ഉള്ള വെളിവ് മുഴുവൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കളയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും മൂക്കില്ലാ രാജ്യത്തെ മുറിമൂക്കന്മാർ പോലും ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങി വരുന്നില്ല. നിർമൂക്കരായിട്ടുള്ള ആളുകൾക്ക് മാത്രം ആധിപത്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ പ്രാഗൽഭ്യത്തെ പ്രശസ്തിയുമായി ഒരു കാരണവശാലും വക്കീൽ സാറിനെ പോലുള്ള ആളുകൾ അങ്ങനെ അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന ഒരു പക്ഷം, ഒരു അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ സംസാരം ഇവിടെ നിർത്തിക്കോളാം. പിന്നെ ചിലർ പറയുന്നുണ്ട്, ഇദ്ദേഹം വെറുതെ 2 കാല് നഷ്ടപ്പെടുത്തിയതല്ലേ ഉള്ളൂ. അതാണല്ലോ ഒരു പരിധിവരെ വക്കീൽ സാറിൻ്റെയും ഉള്ളിലുള്ള കാര്യം, അല്ലെങ്കിൽ വിനുവിൻ്റെ ഉള്ളിലുള്ള കാര്യം, അല്ലെങ്കിൽ മാപ്രകളുടെ കാല് നഷ്ടപ്പെടുത്തിയ ഒരാൾക്ക് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, തൻ്റെ ആദർശത്തിന് വേണ്ടി, തൻ്റെ നിസ്വാർത്ഥ ബുദ്ധിക്ക് വേണ്ടി ഒരു മനുഷ്യൻ അവൻ്റെ 2 കാലുകളും നഷ്ടപ്പെടുത്തിയെങ്കിൽ അവൻ്റെ ജീവിതയാത്ര കൃത്രിമ കാലിലൂടെ നയിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയാണ്? ദേശീയ ബുദ്ധിയുള്ളവനായതുകൊണ്ടാണ്, നിസ്വാർത്ഥനായതുകൊണ്ടാണ്, സാമൂഹ്യ ബുദ്ധിയുള്ളവനായതുകൊണ്ടാണ്, പൗരബോധമുള്ളവനായതുകൊണ്ടാണ്, സമർപ്പണ സ്വഭാവമുള്ളവനായതുകൊണ്ടാണ്, സേവന തൽപരനായതുകൊണ്ടാണ്. അങ്ങനെ 2 കാലും നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ ഇതുപോലൊരു പദവി കൊടുത്ത് അംഗീകരിക്കുന്നുവെങ്കിൽ അത് ഈ രാഷ്ട്രത്തിൻ്റെ നന്മയാണ്. ഇതാണ് ചെയ്യേണ്ടത് ഒരു രാഷ്ട്രം. അതല്ലാതെ സ്വാശ്രയ കോളേജിൻ്റെ പേരിൽ വെടികൊണ്ട് ചത്തുപോയിട്ടുള്ള ആളുകളെ, അവരുടെ ആത്മാവിനെ കളിയാക്കുന്ന നിലയിൽ, വൈരുദ്ധ്യാത്മക ഭൗതികവാദികൾക്ക് ആത്മാവില്ല എങ്കിൽ പോലും അവരുടെ ആത്മാവിനെ കളിയാക്കുന്ന നിലയിൽ എത്ര സ്വാശ്രയ കോളേജുകൾക്ക് അനുമതി നൽകുന്നു, എത്ര സ്വാശ്രയ കോളേജുകളുടെ ഭരണം നടത്തുന്നു. ഇതെല്ലാം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം. ഇനി മാത്രമല്ല, വേറൊന്നുണ്ട്. ഇദ്ദേഹം ഒരു ഇരയാണല്ലോ. ആ നിലയിൽ നോക്കുമ്പോൾ ക്രൂരതയുടെ ഇര, മനുഷ്യനെ മഴ ഉപയോഗിച്ച് വെട്ടിക്കൊന്ന, കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകി എന്ന് പറയുന്ന ഒരു മനുഷ്യന് നമ്മൾ കൊടുത്ത സ്ഥാനം എന്താ? മഹാമന്ത്രി ഒരു ഇടത്തരം ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് 5 പൈസയ്ക്ക് പണിയെടുക്കാതെ, കുനിഞ്ഞൊന്ന് അണ്ടർവെയർ ഇട്ട് പോലും ഒന്ന് വിയർക്കാതെ, യാതൊരു ഗുണവും ചെയ്യാതെ ഇത്രയും കാലം ജീവിച്ചിട്ട് ആ മനുഷ്യന് ലഭിച്ചത് എന്താണ്? ഒരു കൊലപാതകയ്ക്ക് ലഭിച്ചതെന്താ? അല്ലെങ്കിൽ ഒരു കൊലപാതക കുറ്റാരോപിതനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ലഭിച്ചതെന്താ? കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകി എന്ന് പറയാൻ കഴിയാവുന്ന ഒരു വ്യക്തിക്ക് സമൂഹം കൊടുത്തത് എന്താ? അദ്ദേഹം എത്തിപ്പെട്ടത് എവിടാണ്? മഹാമന്ത്രി എന്ന നിലയിൽ. അങ്ങനെ ഒരു നാട്ടിൽ അവരുടെ വെട്ടുകൊണ്ട് കാലുപോയ ഒരുവനെ ഈ രാജ്യം ആദരിച്ചിട്ടുണ്ടെങ്കിൽ, അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ സഹിക്കണം. സാഹിത്യം, ശാസ്ത്രം, കല, സാമൂഹ്യ സേവനം എന്നൊക്കെ ഭരണഘടന പറയുന്നുണ്ടെങ്കിലും ശാസ്ത്രം, സാഹിത്യം, കല, സാമൂഹ്യ സേവനം ഈ രംഗത്തൊക്കെ എത്രത്തോളം പ്രാഗൽഭ്യം നേടിയെടുത്താലും ഒരു മനുഷ്യന് നിസ്വാർത്ഥതയില്ലെങ്കിൽ, ദേശബുദ്ധിയില്ലെങ്കിൽ, രാഷ്ട്രഭക്തിയില്ലെങ്കിൽ, സാമൂഹ്യ ബുദ്ധിയില്ലെങ്കിൽ, പൗരബോധമില്ലെങ്കിൽ,
സേവന തൽപരതയില്ലെങ്കിൽ അയാൾ എങ്ങനെ ഒരു നല്ല മനുഷ്യനാവും, യോഗ്യനാവും? അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും സദാനന്ദൻ മാസ്റ്ററെ പോലുള്ള കൂടുതൽ ആളുകൾ കാല് നഷ്ടപ്പെട്ടവരല്ല. സേവന തൽപരരായിട്ടുള്ള, നിസ്വാർത്ഥതയെ ഒരു ഗുണമായി കാണുന്ന, ദേശഭക്തിയുള്ള, സാമൂഹ്യബോധമുള്ള, രാഷ്ട്രഭക്തി വെച്ച് പുലർത്തുന്ന ആളുകൾ തീർച്ചയായിട്ടും ധാരാളമായിട്ടുണ്ടായി വരണം. അവരെയൊക്കെ നമ്മൾ അംഗീകരിക്കണം, സമൂഹം അംഗീകരിക്കണം, സാംസ്കാരിക നായകർ അംഗീകരിക്കണം. അപ്പോഴാണ് ഒരു സമൂഹം ശരിക്കു പറഞ്ഞാൽ പ്രബുദ്ധ സമൂഹമാകുന്നത്. അങ്ങനെയാണ് പോകേണ്ട ഒരു കാഴ്ച. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കിടന്ന എന്ത് സാഹിത്യം ഇട്ടിട്ടും യാതൊരു കാര്യവുമില്ല. അറിവുണ്ടായിട്ടെന്ത്? തല നിറയെ അറിവാണ്, വായ നിറയെ സാഹിത്യമാണ്. പക്ഷെ സാമൂഹ്യ ബുദ്ധിയില്ല, പൗരബോധമില്ല, സഹജീവി സ്നേഹമില്ല, സംസ്കാരമില്ല, ദേശഭക്തിയില്ല, രാഷ്ട്രക്കൂറില്ല, ഇതൊന്നുമില്ല. പക്ഷെ അറിവുണ്ട്. തല നിറയെ അറിവ്, വാ നിറയെ സാഹിത്യം. എന്ത് കാര്യമിരിക്കുന്നത്? പക്ക സ്വാർത്ഥരായിട്ടുള്ള ആളുകളാണ് ഇന്നത്തെ കാലത്ത് ബഹുഭൂരിപക്ഷം. അത് BJPയുടെ ഒപ്പവും ചേർന്ന് നിൽപ്പുണ്ട്. എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. പിന്നെ വ്യക്തിപരമാവരുത് എന്നുള്ളത് കൊണ്ടാണ് പലതും പറയാതെ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നു ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പറയാറുണ്ട് പലരോടും. കാരണം നിസ്വാർത്ഥത എന്ന് പറയുന്നത് ഒരു വലിയ ഗുണമാണ്. നിസ്വാർത്ഥരായിട്ടുള്ള ആളുകൾക്ക് മറ്റെന്ത് മേഖലയിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു നിസ്വാർത്ഥനായിട്ടുള്ള മനുഷ്യന്, സേവന തൽപരനായിട്ടുള്ള ഒരു മനുഷ്യന്, രാഷ്ട്രത്തോട് സ്നേഹമുള്ള, ദേശത്തോട് ഭക്തിയുള്ള ഒരു മനുഷ്യന് തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ വലിയ വിലയുണ്ട് എന്ന് പറയുന്ന ഒരു ചിന്ത ഈ പോങ്ങൻ വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ ഈ പറഞ്ഞ കാര്യത്തോട് അദ്ദേഹത്തിന് സദാനന്ദൻ മാസ്റ്ററുടെ പ്രശസ്തിയല്ല അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യത്തെ നിർണ്ണയിക്കുന്ന ഘടകം. ഇപ്പൊ പ്രശസ്തിയുണ്ടല്ലോ.